അപ്പൊ ഇവളല്ലേ മരുന്ന് കഴിച്ചെന്ന്? ഇനി എങ്ങാനും പ്രീതിയായിരിക്കോ? അവള് രാത്രി ബെഡ്റൂമിലൊക്കെ കയറി വരുമോ? പക്ഷേ ഇവളത് ചെയ്തതിന്റെ ഒരു ലക്ഷണവും കാണിക്കുന്നില്ലല്ലോ. കൈക്കിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇത്രയും ബുദ്ധിമുട്ടുള്ള പണിയൊക്കെ ചെയ്യണം. നീയല്ലേ ഗോപാൽജിയുടെ കൂടെയുള്ള ജോലി മതിയാക്കാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഗോപാലിന്റെ കൂടെയുള്ള ജോലി ചെയ്യരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇങ്ങനെ ആരോഗ്യം കളഞ്ഞുള്ള ജോലിക്കൊക്കെ പോണോ? 10ാം ക്ലാസ്സും ഗുസ്തി യോഗ്യതയുള്ളവർക്ക് അധികം ജോലി സാധ്യതയൊന്നുമില്ല. പിന്നെ ഗുസ്തി ഒരു യോഗ്യതയായി കണക്കാക്കുന്ന ജോലിയൊന്നും വേണ്ടാന്ന് വെച്ചു. നീ വിഷമിക്കണ്ട, ഞാൻ ഹാപ്പിയാ. ഈ കഷ്ടപ്പാടിനും ഒരു സുഖമുണ്ട്. ഇന്നലെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം എന്താണെന്നറിയോ? ഇന്നലത്തെ ജോലിക്കിടയിൽ ഞാൻ ആരെ അടിക്കുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ബാറിലാവുമ്പോ എപ്പോഴും അടിയും പിടിയും വഴക്കും ഒക്കെ ആയിരിക്കും. ഗോപാൽജിക്ക് വേണ്ടി ചെയ്യുന്ന മറ്റു ജോലികളാണെങ്കിലും ടെൻഷൻ പിടിച്ച ജോലികളാ. ഇതങ്ങനെയൊന്നുമില്ല. കൂടെ ഉള്ളവരുടെ കൂടെ സന്തോഷമായിട്ട് ജോലി ചെയ്യാം. ആരുടെയും പ്രാക്കും ചീത്തവിളി ഒന്നും കേൾക്കണ്ട. ഇതിന്റെ ഒരു സുഖം പിടിച്ച സ്ഥിതിക്ക് ഇനി എനിക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഗിരിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഗോപാലൻ പിണക്കമൊക്കെ അവസാനിപ്പിച്ച് വിളിച്ചാ തിരികെ അയാളുടെ അടുത്തേക്ക് ജോലിക്ക് പോവില്ലേ? ഗോപാൽജി ഇന്നലെ തന്നെ എന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എനിക്കൊരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട്. അത് വീണ്ടും കളഞ്ഞു കുളിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല. അപ്പോ ഗോപാലിന്റെ രീതികൾ ശരിയല്ലെന്ന് ഗിരിയേട്ടന് മനസ്സിലായി കഴിഞ്ഞല്ലേ? ഞാൻ ഗോപാൽജിയുടെ കൂടെ ജോലി ചെയ്യുന്നില്ല എന്ന് കരുതി അദ്ദേഹത്തെ ചതിക്കോന്ന് നീ കരുതരുത്.